രാജ്യത്തെ പ്രമുഖ ആശുപത്രി ശൃംഖലയായ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കേരളത്തിലെ ആദ്യ ഹോസ്പിറ്റൽ കണ്ണൂരിൽ ശ്രീചന്ദ് ഹോസ്പിറ്റലുമായി ചേർന്നാണ് കിംസിന്റെ പ്രവർത്തനം കണ്ണൂരിൽ ആരംഭിച്ചത്. നൂതനമായ ഒട്ടേറെ ചികിത്സാ സംവിധാനങ്ങളുമായാണ് കിംസ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഗ്രൂപ്പ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റൽ ശൃംഖലയാണ് ശ്രീകൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന കിംസ്. ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുൻനിര ഹോസ്പിറ്റലുകൾ കിംസിന്റേതാണ്. കിംസ് കേരളത്തിലേക്കും ചുവടുവെക്കുകയാണ്. കിംസിന്റെ പ്രയാണം തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്ന്. അത്യാധുനിക സംവിധാനങ്ങളുമായാണ് കിംസ് കണ്ണൂരിൽ എത്തിയത്. കണ്ണൂർ SN പാർക്കിന് സമീപത്തെ ശ്രീചന്ദ് ഹോസ്പിറ്റലുമായി ചേർന്നാണ് കിംസിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. സമാനതകളില്ലാത്ത മെഡിക്കൽ സേവനമാണ് കണ്ണൂരിന് കിംസ് ശ്രീചന്ദിന്റെ വാഗ്ദാനമെന്ന് കിംസ് ഗ്രൂപ്പ് കേരള ക്ലസ്റ്റർ സിഇഒയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ പറഞ്ഞു. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ഹോസ്പിറ്റലിൽ രംഗത്ത് ലീഡിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഏതാണ്ട് 18ഓളം ആശുപത്രി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ അണ്ടറിലുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു 500 മുതൽ 800 ബെഡുള്ള ഹോസ്പിറ്റൽസ് വരെ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. റോബോട്ടിക് ചികിത്സാ രീതിയടക്കം അവലംബിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുടെ സേവനവും കിംസ് ശ്രീചന്ദിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഫർഹാൻ യാസിൻ അറിയിച്ചു. അടുത്ത ആഴ്ചയോടുകൂടി 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഇന്നൊരു ജസ്റ്റ് തുടക്കത്തിൻ്റെ ഒരു പ്രസ് മീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വിളിച്ചത്. 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മുടെ റോബോട്ടിക് ലോഞ്ച്, അതായത് വടക്കൻ കേരളത്തിൽ ആദ്യമായിട്ട് ഡാവിഞ്ചി സിസ്റ്റം കണ്ണൂരിൽ കൊണ്ടുവരികയാണ്. ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ അല്ല, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സംവിധാനവും ലിവർ ട്രാൻസ്പ്ലാന്റ് സംവിധാനവും ഹാർട്ട് ആൻഡ് ലങ് ട്രാൻസ്പ്ലാന്റ് സംവിധാനവും തുടങ്ങാൻ ഉള്ള പദ്ധതിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലൈസൻസിങ്ങിനുള്ള പേപ്പർ വർക്ക്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. കിംസ് ശ്രീചന്ദിൻ്റെ അടുത്തൊരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ അവിടുത്തെ കിടക്കകൾ ബെഡ് സ്ട്രെങ്ത് 200 ഉള്ളത്. ഇനി ഒരു 8 മാസത്തിനുള്ളിൽ ഒരു 100 ബെഡ്, 150 ബെഡോളം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൽ ക്യാൻസർ ബ്ലോക്കും കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് കണ്ണൂരിലെ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കിംസ് ഗ്രൂപ്പ് ഏറ്റെടുത്തത്. കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ഗാസ്ട്രോ എൻട്രോളജി, എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി തുടങ്ങി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുള്ളത്. റോബോട്ടിക് സർജറിക്കുള്ള സൗകര്യം ആദ്യമായാണ് കണ്ണൂരിൽ ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നത്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായുള്ള റോബോട്ടിക് സർജറിയും ഈ മാസം മുതൽ ആരംഭിക്കും. 2ാം ഘട്ടത്തിൽ 350 കിടക്കുകളുമായി ആശുപത്രി വിപുലീകരിക്കും. 8 മാസം കൊണ്ട് ഓങ്കോളജി ചികിത്സാ വിഭാഗവും ആരംഭിക്കുമെന്നും ഫർഹാൻ യാസിൻ അറിയിച്ചു. പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ നിഷേധിക്കില്ല. തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത മുറുകെ പിടിച്ചു തന്നെ കിംസ് മുന്നോട്ടു പോകുമെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൈത്താങ്ങാകാനുള്ള വിവിധ സഹായ പദ്ധതികളും ലഭ്യമാക്കുമെന്നും ഫർഹാൻ യാസിൻ അറിയിച്ചു. കിംസ് ശ്രീചന്ദ് സിഇഒ ഡോക്ടർ ദിൽഷാദ്, കിംസ് ഗ്രൂപ്പ് കേരള ക്ലസ്റ്റർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അർജുൻ വിജയകുമാർ, കിംസ് ശ്രീചന്ദ് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ രവീന്ദ്രൻ, ന്യൂറോ സർജറി മേധാവി ഡോക്ടർ മഹേഷ് ഭട്ട്, ഗാസ്ട്രോ എൻട്രോളജി മേധാവി ഡോക്ടർ സതീഷ്, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ നാസർ, ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ ജിൽജിത്ത് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.